പറയുന്നത് ഞങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മലയാള സിനിമയോട് അത്രമേൽ എന്താ പറയുന്നത് 100 സിനിമകൾ എന്ന് പറയുന്നത്. ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ ഈ 300 സിനിമ തികയ്ക്കുന്ന ഈ നിമിഷം അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള സമയമാണ്. വലിയ സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് കടക്കുകയാണ്. സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷമാണ്. കാര്യം ശരിക്കും നോക്കിയാൽ 300 സിനിമ 36 വർഷമായിട്ട് മലയാളികളുടെ മുൻപിൽ നിൽക്കാൻ പറ്റുന്നത് എൻ്റെ ഗുരുക്കന്മാരോടുള്ള നന്ദിയാണ് ഞാൻ ആദ്യം പറയേണ്ടത്. എന്നെ സിനിമയിലേക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോഴും എതിർപ്പാണെങ്കിലും എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്കിഷ്ടം എൻ്റെ ഡാഡി തന്നെയാണ്. കാരണം എൻ്റെ ഡാഡി എഴുപന്നേൽ രേഖാ തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാനൊരു ആക്ടർ ആവണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായത്. എന്നെ ഒരുപാട് സിനിമകൾ കാണിക്കാനായിട്ട് നെരമ്പല്ലൂർ ജോസ്, കുത്തിയോട് സാരഥി, ചന്ദ്രൂർ സെലക്ട് ഇന്ന് ആ തിയേറ്ററുകളൊന്നും ഇല്ല, അതുപോലെ തിയേറ്ററുകളാണ്. എന്നെ സൈക്കിളിലൊക്കെ ഇരുത്തി കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ബിസിനസ് നോക്കി നടത്തുന്നില്ല എന്നുള്ള വലിയൊരു പരാതി അപ്പനുണ്ട്. എന്നാലും ഇത്രയും വർഷമായിട്ട് കിടന്ന് എപ്പോഴും പറയും അവൻ ഈ സിനിമയിൽ കിടന്ന് അടി കൊള്ളുന്നല്ലാണ്ട് നല്ല ക്യാരക്ടേഴ്സൊന്നും കിട്ടുന്നില്ല എന്ന് പറയും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അടി കിട്ടിയുള്ള ക്യാരക്ടറാണെങ്കിൽ പോലും എനിക്ക് അഭിനയിക്കണമെന്നും ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡയലോഗുകളില്ലാത്ത സിനിമകൾ തന്നെ ഒരു 50 മേൽ അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഞാൻ ഈ ഡയലോഗുകളില്ലാത്തപ്പോഴും മറ്റുള്ളവർ ഡയലോഗ് പറയുമ്പോൾ ഞാൻ മാറി നിന്നിട്ട് അവരുടെ ഡയലോഗ് ഞാൻ പറയും. എനിക്ക് എന്തെങ്കിലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം വരും എന്നുള്ളത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ പുറകിലോട്ട് പോയിട്ടില്ല. സിനിമ എന്നുള്ളതല്ലാണ്ട് ഞാൻ സിനിമയിൽ നിന്ന് മാറി വേറൊരു ബിസിനസ്സിലോട്ട് പോയിട്ടില്ല. എന്നെങ്കിലും ദൈവം എനിക്കൊരു ക്യാരക്ടർ കൊണ്ട് തരും, അതിലൂടെ എനിക്ക് കയറി പോകാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്, അല്ലെങ്കിൽ അത്രയുമായിട്ടുള്ളൊരു പാഷനും ആഗ്രഹവും തന്നെയാണ് എനിക്ക് ഈ സിനിമ 300 സിനിമയിലധികം എനിക്ക് അഭിനയിക്കാൻ പറ്റിയതും. കൂടോത്രം എന്ന് പറഞ്ഞൊരു സിനിമയെ സംബന്ധിച്ച് ഒരു കൊച്ചു സിനിമയാണ് എന്ന് പറയും, പക്ഷെ എന്നൊരു വലിയ സിനിമയാണ്. അതൊരു കണ്ടന്റ് എനിക്ക് ഇഷ്ടമുള്ള കൊണ്ട് ദൈവം കൊണ്ട് എത്തിച്ച് തന്നത് കൊണ്ടാണ് ഈ സിനിമ നിർമ്മിക്കാമെന്നും അത് സംവിധാനം ചെയ്യാമെന്നും ഞാൻ തീരുമാനിച്ചത്. അതിനേക്കാൾ ഉപരി വാവച്ചൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ആശയ ഒരു ആക്ടറെ സംബന്ധിച്ച് പെർഫോം ചെയ്യാനായിട്ടുള്ള എല്ലാ പരിപാടികളുമുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ പിന്നെ അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ഒരു വെല്ലുവിളിയായിരുന്നു. ഞാൻ തന്നെ ഡയറക്ടർ ചെയ്യുമ്പോൾ വാവച്ചൻ എന്നുള്ള കഥാപാത്രം ഞാൻ എങ്ങനെ ചെയ്യും? എല്ലാവരും ചോദിക്കും ഒരു നടനെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര പ്രയറിൽ വിശ്വസിക്കുന്ന ആളാണ്, പോസിറ്റീവിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വർഷം ഞാൻ നിൽക്കുന്നത്. എനിക്കായിട്ടൊരു ദിവസം വരും, എനിക്കായിട്ട് ഒരു ദിവസം ദൈവം കൊണ്ടെത്തരും. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ ബൈജുവേട്ടൻ തിരിച്ചു വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തുമെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ പടം ഞാൻ ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയിൽ ബൈജു എഴുപന്ന എന്ന് പറഞ്ഞ ഒരാൾ, വാവച്ചനെ ഞാൻ വേറൊരു രീതിയിൽ രണ്ടും രണ്ടാളായിട്ട് തന്നെയാണ് ഞാൻ അത് ഡബ് ചെയ്യുമ്പോഴും അതിൽ അഭിനയിക്കുമ്പോഴും ആ വാവച്ചൻ അയാൾ എന്താണ് ചെയ്തിരിക്കണതെന്ന് ചോദിക്കും. അത് എനിക്ക് വാവച്ചനെ എനിക്ക് വേറെ രീതിയിൽ ഇപ്പോഴും വാവച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. പെർഫോം ചെയ്യാനായിട്ടുള്ള എല്ലാം കൊണ്ട് തന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന കൂടോത്രം. 12-ാം തീയതി ഇറങ്ങിയാണ്. എനിക്ക് ഓർക്കാനാണെങ്കിൽ ഒരുപാട് പേരെ എൻ്റെ കണ്ണടച്ചാൽ എൻ്റെ ഗുരുക്കന്മാർ, ഞാൻ എൻ്റെ സംവിധായകരെ ഞാൻ ഏറ്റവും റെസ്പെക്റ്റോടു കൂടി കാണും. ഞാൻ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആ സംവിധായകരുടെയൊക്കെ മുമ്പിൽ പോയിട്ട് ഇരിക്കാറില്ല.
കാര്യം ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. മാറി നിൽക്കും, സംസാരിക്കും, എന്ത് ബന്ധങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രയും സംവിധായകരുടെ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ സിനിമയിൽ എനിക്ക് വാവച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാനും ഈ സിനിമ സംവിധാനം ചെയ്യാനും പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ പറയും, ആരാണ് നിൻ്റെ ലൈഫിലെ റിയൽ ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന റീനി തന്നെയാണ് എൻ്റെ ലൈഫിലെ റിയൽ ഹീറോ. ഒരു വലിയ എന്താ പറയുക, വലിയൊരു കുടുംബത്തിൽ നിന്ന്, വലിയൊരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്നു. അവരും എന്നെ കല്യാണം കഴിപ്പിച്ചപ്പോൾ ഒരു ബിസിനസ് മാനായിട്ടാണ് കണ്ടെത്തിയത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് എന്നെ കാണിക്കുന്ന സപ്പോർട്ടാണ്. അതിൽ വലിയ വിജയം ഈ പറയുന്ന സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.